സാധാരണഗതിയിലെ രാഷ്ട്രീയ നേതാക്കള് തോൽവികൾ സംഭവിക്കുമ്പോൾ അല്ലെങ്കിൽ തിരിച്ചടികൾ ഉണ്ടാക്കുമ്പോൾ അതിൽ നിന്ന് പാഠം പഠിക്കാൻ ശ്രമിക്കാറുണ്ട്. നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്ര മോദി അദ്ദേഹം ദൈവതുല്യനായിട്ട് ദൈവമായി ചമഞ്ഞ് നടന്ന ഒരാളായിരുന്നു. പക്ഷെ തെരഞ്ഞെടുപ്പിൽ ഒരു തിരിച്ചടി ഉണ്ടായി. NDA അധികാരത്തിൽ വന്നെങ്കിലും അദ്ദേഹത്തിന്റെ പാർട്ടിക്ക് BJPക്ക് സ്വന്തമായി ഭൂരിപക്ഷം നേടാൻ സാധിച്ചില്ല. അത് മനസ്സിലാക്കിക്കൊണ്ട് BJP പാർലമെന്ററി പാർട്ടി അംഗങ്ങളുടെ യോഗത്തിൽ അദ്ദേഹം വന്നത് ഒരു പഴയ ആളായിട്ടല്ല. അദ്ദേഹം ചെങ്കോലും ദണ്ഡും ഒന്നും കൊണ്ടല്ല വന്നത് അധികാരത്തിന്റെ. പകരം അദ്ദേഹം ഇന്ത്യൻ ഭരണഘടനയുടെ ഒരു കോപ്പിയുമായിട്ടാണ് വന്നത്. അതിനെ അഭിവാദ്യം ചെയ്തുകൊണ്ടാണ് നരേന്ദ്രമോദി ഒരു വൻ ഭൂരിപക്ഷം കിട്ടിയിരുന്നെങ്കിൽ ഭരണഘടന ഭേദഗതി ചെയ്യാൻ കച്ചുകെട്ടി മത്സരത്തെ നേരിട്ടിരുന്ന മോഡി തിരിച്ചടി നേരിട്ടപ്പോൾ ഭരണഘടനയെ തൊട്ട് അതിനോടുള്ള കൂറ് പ്രഖ്യാപിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ പാർലമെന്ററി പാർട്ടി യോഗത്തിൽ അദ്ദേഹം തുടക്കമിട്ടത്. പക്ഷെ നമ്മുടെ മുഖ്യമന്ത്രിക്ക് അങ്ങനത്തെ മാറ്റങ്ങളൊന്നുമില്ല. അദ്ദേഹത്തിന്റെ ധിക്കാരത്തിനോ അഹങ്കാരത്തിനോ ഒന്നും യാതൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല. കണ്ണൂരിലെ എരഞ്ഞോളിയിൽ കഴിഞ്ഞ ദിവസം ഒരു ബോംബ് പൊട്ടി ഒരു വൃദ്ധൻ മരിച്ചു. അതിനെക്കുറിച്ച് ഒരു അടിയന്തര പ്രമേയത്തിന്റെ നോട്ടീസ് നിയമസഭയിൽ വന്നപ്പോൾ എത്ര ലാഘവത്തോടു കൂടിയാണ് അദ്ദേഹം അതിനോട് പ്രതികരിച്ചത് എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. അദ്ദേഹം പറഞ്ഞു അങ്ങനെ പലരും ബോംബുകൾ ഉണ്ടാക്കും, അതായത് ഒരു സ്വാഭാവികമായ കാര്യമാണെന്ന്. കണ്ണൂരിലേക്ക് അത് വളരെ പതിവ് രീതിയാണ്. അതിനൊക്കെ രാഷ്ട്രീയ നിറം കൊടുത്തിട്ട് കാര്യമില്ലെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. അദ്ദേഹം മറ്റൊന്നുകൂടി പറഞ്ഞു, ഈ ബോംബ് നിർമ്മാണം ആരംഭിച്ചത് കോൺഗ്രസ് പാർട്ടിയാണെന്ന്. അല്ലാതെ കഴിഞ്ഞ ദിവസം അവിടെ എരഞ്ഞോളിയിൽ നടന്ന സംഭവത്തെക്കുറിച്ച് കൃത്യമായി എന്തെങ്കിലും പറയാൻ അദ്ദേഹം തയ്യാറാവുന്നില്ല. അപ്പോ എത്ര കൊണ്ടാലും പഠിക്കാത്ത ഒരു സ്വഭാവമാണ് നമ്മുടെ മുഖ്യമന്ത്രിക്ക് ഇപ്പോഴും എന്ന് പറയേണ്ടിയിരിക്കുന്നു. കൊണ്ടാലെങ്കിലും പഠിക്കണം. അത് രാഷ്ട്രീയക്കാർക്ക് മാത്രം ബാധകമല്ല, എല്ലാവർക്കും ബാധകമാണ്. കൊണ്ടാലെങ്കിലും പഠിക്കണം, അല്ലെങ്കിൽ ചരിത്രം പാഠം പഠിപ്പിക്കും. 2019 തെരഞ്ഞെടുപ്പിൽ സംഭവിച്ച 19-1 എന്ന പരാജയത്തിന് ശേഷം പോലും തല ഉയർത്തി നിന്ന നേതാവായിരുന്നു പിണറായി വിജയൻ. ഇപ്പോൾ അദ്ദേഹത്തിന്റെ സ്ഥിതി അങ്ങനെയല്ല. മുന്നണിയിലെ രണ്ടാമത്തെ ഘടകകക്ഷിയായ CPI അവരുടെ ജില്ലാ കൗൺസിൽ സമ്മേളനങ്ങളിലും എക്സിക്യൂട്ടീവുകളിലും മുഖ്യമന്ത്രിയെയും അദ്ദേഹത്തിന്റെ മന്ത്രിമാരെയും ഇട്ട് ഇന്ധനം തട്ടുകയാണ്. ഇടുക്കിയിലെ ജില്ലാ കൗൺസിൽ യോഗം അഭിപ്രായപ്പെട്ടത് CPI മുന്നണി വിട്ടു പോരണമെന്നാണ്. അതുപോലെ എറണാകുളം ജില്ലാ കൗൺസിൽ മുഖ്യമന്ത്രിയും മറ്റെല്ലാ മന്ത്രിമാരും മാറണം എന്ന് ആവശ്യപ്പെട്ടു. അതുമാത്രമല്ല, കൊല്ലത്ത് വിഗ്രഹം തച്ചുടച്ചു കളഞ്ഞിട്ട് തലമാറ്റി പുതിയ വിഗ്രഹം സ്ഥാപിക്കണമെന്ന ആവശ്യമാണ് ഉയർന്നു വന്നിരിക്കുന്നത്. അതുമാത്രമല്ല, പിണറായി വിജയൻ വളരെ വ്യക്തിപരമായിട്ട് വിമർശിക്കപ്പെടുന്നു. അദ്ദേഹത്തിന്റെ തന്നിഷ്ടവും ധാർഷ്ട്യവും അഹങ്കാരവും വിദേശയാത്രാ ഭ്രമവുമാണ്, അല്ലെങ്കിൽ അതുപോലെയുള്ള ദുഷ്പ്രവണതകളാണ് ഇടതുപക്ഷ സർക്കാരിന് അല്ലെങ്കിൽ ഇടതുപക്ഷ മുന്നണിക്ക് ഇതുപോലൊരു വലിയ പരാജയം ഉണ്ടാക്കിയത് എന്ന് CPIയുടെ യോഗങ്ങളിൽ തുറന്നു പറയുകയാണ്. അദ്ദേഹത്തിന്റെ കുടുംബം, അദ്ദേഹത്തിന്റെ മകൾ, അവരുടെയൊക്കെ പേരിലുള്ള അഴിമതി കഥകളുമായി ബന്ധപ്പെട്ട് പരാജയത്തിന്റെ പേരിൽ നിശ്ചിതമായി വിമർശിക്കപ്പെടുന്നു. CPMലും ഇത് തന്നെ സംഭവിക്കുന്നുണ്ട്. അവരുടെ സംസ്ഥാന സമിതി നമ്മൾ ഈ വീഡിയോ ചെയ്യുമ്പോൾ ചേർന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെയും പറയുന്നത് അദ്ദേഹത്തിന്റെ തന്നിഷ്ടം, അഹങ്കാരം, മൈക്കിനോട് പോലും കാട്ടുന്ന അസഹിഷ്ണുത, അതുപോലുള്ള വിദേശയാത്രാ ഭ്രമങ്ങൾ, ഇതൊക്കെ വല്ലാതെ ഇടതുമുന്നണിയെ CPMനെ ബാധിച്ചുവെന്ന് CPM സംസ്ഥാന സമിതിയിലെ അംഗങ്ങൾ പോലും പറയുന്നു. കഴിഞ്ഞ 8-10 വർഷങ്ങളായിട്ട് ഒരു ചെറുവാക്ക് പോലും പിണറായി വിജയനെതിരെ ഉയരാത്ത സംസ്ഥാന സമിതിയിലാണ് ഇതൊക്കെ ഉണ്ടാവുന്നത്. കഴിഞ്ഞ ദിവസം ഒരു അംഗം ആവശ്യപ്പെട്ടത് പിണറായി വിജയനെതിരായിട്ടുള്ള വിമർശനങ്ങളെ കണ്ടില്ല എന്ന് നടിക്കരുതെന്നാണ്. അതിനർത്ഥം CPI പോലെയുള്ള ഘടകകക്ഷികൾ അല്ലെങ്കിൽ പാർട്ടി ബന്ധമില്ലാത്ത ആളുകളൊക്കെ പൊതു ഇടങ്ങളിൽ ഉന്നയിക്കുന്ന വിമർശനങ്ങളെ ശ്രദ്ധിക്കണം, അത് കണക്കിലെടുക്കണം എന്ന് തന്നെയാണ്. കൊല്ലത്തെ ഒരു കൗൺസിൽ അംഗം, ജില്ലാ കൗൺസിൽ അംഗം ചോദിച്ചു, അമേരിക്കൻ പ്രസിഡന്റിന് പോലും ഇല്ലാത്ത രക്ഷാസന്നാഹങ്ങള് നമ്മുടെ മുഖ്യമന്ത്രിക്ക് എന്തിനാണ്? അതുപോലെ തന്നെ അദ്ദേഹം കറുത്ത കാറിലെ യാത്ര ചെയ്യൂ എന്ന് നിർബന്ധം പിടിക്കുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ മോഡിയും മറ്റും ഒരു കറുത്ത റോൾസ് റോയ്സ് കാറിലാണ് സഞ്ചരിക്കുന്നത്.
അത് മനസ്സിൽ കണ്ടുകൊണ്ടാണ് അദ്ദേഹം ഈ ചോദ്യം ഉന്നയിച്ചത്. പിണറായി വിജയൻ പ്രസംഗിക്കുന്ന യോഗങ്ങളിൽ, ചടങ്ങുകളിൽ 5 ലക്ഷം രൂപ ചെലവ് വരുന്ന വേദി, സ്റ്റേജ് എന്തിനാണ് ഉണ്ടാക്കുന്നത്? ഒരു ജില്ലാ കൗൺസിൽ അംഗം ചോദിച്ചതാണ് കൊല്ലത്തെ. ആ യോഗത്തിൽ മറ്റൊരു കൗൺസിൽ അംഗം പറഞ്ഞ കഥ വളരെ രസാവഹമാണ്. അദ്ദേഹം കുഞ്ഞായിരിക്കുമ്പോൾ, അന്ന് നായനാരാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി, അദ്ദേഹം പങ്കെടുക്കുന്ന ഒരു ചടങ്ങിലേക്ക് ഈ കുട്ടി കടന്നു ചെന്നു. ചെന്നപ്പോൾ അദ്ദേഹത്തിന് നായനാരുടെ അടുത്തു ചെല്ലാനും അദ്ദേഹത്തെ കാണാനും തൊട്ടടുത്ത് നിൽക്കാനും ഒക്കെ ഒരു അവസരം കിട്ടി. ആരും തടഞ്ഞില്ല. പക്ഷേ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായപ്പോൾ അദ്ദേഹം ഒരു മണ്ഡലം കമ്മിറ്റി സെക്രട്ടറിയാണ് CPIയുടെ. ആ ഒരു സ്വാതന്ത്ര്യത്തിൽ അദ്ദേഹം അടുത്തേക്ക് കടന്നു ചെന്നപ്പോൾ പിണറായി വിജയന്റെ കമാൻഡോകൾ ഈ CPI നേതാവിനെ തള്ളി ഓടിക്കുകയാണ് ഉണ്ടായത്. അതിനിപ്പോ പിണറായി വിജയനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അതിന്റെ ഉത്തരവാദിത്വം നമ്മുടെ ഈ കൗൺസിൽ അംഗത്തിന് തന്നെയാണ്. കാരണം അദ്ദേഹം കേരളത്തിലാണല്ലോ ജീവിക്കുന്നത്. അദ്ദേഹം നായനാരും പിണറായി വിജയനും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കണമായിരുന്നു. പിണറായി വിജയനെ അറിയണമായിരുന്നു. അല്ലാതെ അതൊന്നും മനസ്സിലാക്കാതെ അദ്ദേഹത്തിന്റെ അടുത്ത് ചെല്ലാൻ ശ്രമിച്ചാൽ കമാൻഡോകൾ അന്ന് തള്ളിയതേ ഉള്ളൂ, ഇനി എന്നാൽ ചിലപ്പോൾ തൊഴിച്ച് മാറ്റുമായിരിക്കും. അത് അദ്ദേഹത്തിന്റെ തന്നെ കുറ്റമായിട്ട് കണക്കാക്കാനേ സാധിക്കും.